ഉടുക്കുകൊട്ടി പാടിത്തളർന്നൊരൻ മനസ്സൊരൽപ്പം ശക്തിയിൽ വീശും കൊടുങ്കാറ്റിന്റെ രുദ്രമാമുഖം മറന്നൊരൽപ്പം ശാന്തമാകട്ടെ, ശാന്തമാകട്ടെ മനസ്സൊരൽപ്പം സാന്ത്വനത്തിൻ രുചിയറിയട്ടെ, ശാന്തമാകട്ടെ മനസ്സൊരൽപ്പം സാന്ത്വനത്തിൻ രുചി. അലഞ്ഞെഴുതുന്നവന്റെ ജീവിതരചന. പ്രശസ്ത കഥാകാരൻ VR സുധീഷ് പറഞ്ഞതുപോലെ ഉടഞ്ഞ സ്ലേറ്റിലെ ഭൂപടം പോലെ ജീവിതം ചേർത്തുവയ്ക്കുകയായിരുന്നു അയ്യപ്പൻ. ഏതു ശിലയിലും ശില്പമുണ്ടാക്കുന്ന ഉള്ളുണർവോടെ എരിയുന്ന നെഞ്ചിനും വയറിനും വാക്കിന്റെ അന്നമുണ്ടാക്കി കൊടുക്കുന്നു. അടിവയർ തുപ്പിയെറിഞ്ഞ അനാഥത്വത്തിന് അയ്യപ്പന്റെ ദാനമായിരുന്നു കവിത. ബുദ്ധ ഞാനാട്ടിൻകുട്ടി കല്ലേറ് കൊണ്ടിട്ടെന്റെ കണ്ണുപോയി, നിൻ ആഴ്ത്തറ കാണുവാനൊട്ടും വയ്യ. കൃപാധാമമേ ബുദ്ധ കാണുവാനൊട്ടും വയ്യ, പ്രഭാതീരവും എന്നെ തെളിച്ച പുൽപ്പാതയും. കൃപാധാമമേ ബുദ്ധ കാണുവാനൊട്ടും വയ്യ, പ്രഭാതീരവും എന്നെ തെളിച്ച പുൽപ്പാതയും. അയ്യപ്പൻ പലപ്പോഴും വിശപ്പായിരുന്നു, വിശപ്പിന്റെ വിശ്വരൂപം. വിശപ്പിന് മറക്കാൻ കഴിയുന്ന നേരും നന്മയും അയ്യപ്പന്റെ കവിതകളിൽ കാണാം. ഒപ്പം നമ്മുടെ യാന്ത്രിക യുഗത്തിലെ നെറുകേടും അത്താഴം എന്ന കവിതയിൽ അയ്യപ്പൻ തുറന്നെഴുതി. മരിച്ചവന്റെ പോസ്റ്റ്മോർട്ടമോ ശവദാഹമോ കഴിഞ്ഞിരിക്കാം, അടയുന്ന കൺപോളകളോട് ഓർക്കുവാൻ ശ്രമിക്കുന്നു ചോരയിൽ ചവിട്ടി നിൽക്കുന്ന ആൾക്കൂട്ടം. അടയുന്ന കൺപോളകളോടെ ഓർക്കുവാൻ ശ്രമിക്കുന്നു ചോരയിൽ ചവിട്ടി നിൽക്കുന്ന ആൾക്കൂട്ടം. ജീവിച്ചിരിക്കുന്നവർക്ക് വൈക്കരുതെന്നിട്ട് മരിച്ച. നിസ്വന് ബലിയർപ്പണത്തിന്റെ ഭക്തിയും വിശ്വാസവും പകരുന്ന അയ്യപ്പന് സ്വന്തം ജീവിതത്തിന്റെ ലക്ഷ്യവും ദൗത്യവും തിരിച്ചറിവുകൾ ഏശാത്തതെന്തുകൊണ്ടായിരുന്നു എന്ന ചോദ്യം ഉയർന്നിരുന്നു. കവിതയിൽ ഒരു പാരമ്പര്യമില്ലാതെ ജനിച്ചു ജീവിച്ച അയ്യപ്പൻ ഒരു പുതു പാരമ്പര്യം സൃഷ്ടിക്കുകയായിരുന്നു. അതിന് പൂർണ്ണതയുണ്ട്. തകർന്ന ജീവിതാവസ്ഥകളിൽ നിന്നാണ് അയ്യപ്പൻ കത്തി ഉയർന്നത്. തന്നെ തന്നെ തീപിടിപ്പിച്ച് ലോകത്ത് നിറഞ്ഞു. വർഗപരമായി തൊഴിലാളി, ജാതിയിൽ കീഴാളൻ, നിറം കൊണ്ട് കറുത്തവൻ, നരവംശങ്ങളിൽ ഗോത്രമനുഷ്യൻ, മതപരമായ ജാതിപരമായ ഇമേജുകളെ കയറ്റിക്കൊണ്ടുപോകാനുള്ള വാഹനങ്ങളായിരുന്നു പലർക്കും കവിത. വൃത്തിയുള്ള ലോകങ്ങളിൽ അവർ വിരാജിച്ചു. അയ്യപ്പൻ മാത്രം തെരുവിൽ നിന്നു. അത് ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നതിന്റെ ചില അടയാളങ്ങൾ അയ്യപ്പനിലുണ്ട്. മതം, ജാതി, സമ്പത്ത് ഇതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല. ഒരു കടലാസം പേനയുമുണ്ടെങ്കിൽ ആർക്കും കവിത എഴുതാം എന്ന് പഠിപ്പിച്ച കവിയാണ് അയ്യപ്പൻ. മലയാള കവിത കണ്ട സമാനതകളില്ലാത്ത അസാധാരണ പ്രതിഭ. സ്വന്തം ജീവിതം കൊണ്ട് വ്യവസ്ഥിതിയോട് കലഹിച്ച് തിരിച്ചറിയപ്പെടാതെ മരണം വരിച്ച അയ്യപ്പൻ. മലയാളിയുടെ വായനശീലത്തെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ കൊണ്ട് കീഴ്മേൽ മറിച്ച മുറിവുകളുടെ വസന്തമെന്ന് സ്വയം വിശേഷിപ്പിച്ച അയ്യപ്പൻ മലയാള കവിതയിലെ വേറിട്ട ശബ്ദമായിരുന്നു. എന്റെ ശവപ്പെട്ടി ചുമക്കുന്നവരോട് ഒസ്യത്തിലില്ലാത്ത ഒരു രഹസ്യം പറയാനുണ്ട്. എന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഒരു പൂവുണ്ടായിരിക്കും. ജിജ്ഞാസയുടെ ദിവസങ്ങളിൽ പ്രേമത്തിന്റെ ആത്മതത്വം പറഞ്ഞു തന്നവളുടെ ഉപഹാരം. മണ്ണ് മൂടുന്നതിന് മുമ്പ് ഹൃദയത്തിൽ നിന്ന് ആ പൂവ് പറിക്കണം. ജലങ്ങൾ കൊണ്ട് മുഖം മൂടണം. രേഖകൾ മാഞ്ഞ കൈവെള്ളയിലും ഒരു ജലം. പൂവിലൂടെ എനിക്ക് തിരിച്ചു പോകണം. ഒഴിച്ചു തന്ന തണുത്ത വെള്ളത്തിലൂടെ അത് ഹൃദയത്തിലേക്ക് ഒലിച്ചു വെച്ചു. ഇല്ലെങ്കിൽ ഈ ശവപ്പെട്ടി മൂടാതെ പോകും. ഇല്ലെങ്കിൽ ഈ ശവപ്പെട്ടി മൂടാതെ പോകും. ഇനി എൻ്റെ ചങ്ങാതികൾ മരിച്ചവരാണല്ലോ. ഇനി എൻ്റെ ചങ്ങാതികൾ മരിച്ചവരാണല്ലോ.